ഹലോ ഗൈസ്, ടെക്കി വിസാർഡിൻ്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ മൈക്രോമാക്സ് എന്ന് പറയുന്ന ബ്രാൻഡിൻ്റെ ഏറ്റവും പുതിയ ഡിവൈസായ IN2C എന്ന് പറയുന്ന ബഡ്ജറ്റ് ഡിവൈസിൻ്റെ അൺബോക്സിങ്ങും അതിൻ്റെ ക്വിക്ക് ഓവർവ്യൂ ആണ് നമ്മൾ ചെക്ക് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇതേപോലത്തെ വീഡിയോസൊക്കെ നിങ്ങൾ എൻജോയ് ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. കൂടുതൽ വീഡിയോസിനായി ബെല്ലൈക്കൻ എനേബിൾ ചെയ്ത് ഓൾ നോട്ടിഫിക്കേഷൻ ആക്കാനും മറക്കണ്ട. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും മറക്കരുത്. നമുക്ക് നേരെ ഈ ഒരു പ്രൊഡക്റ്റ് അൺബോക്സ് ചെയ്തോടെ തന്നെ സ്റ്റാർട്ട് ചെയ്യാം. മൈക്രോമാക്സിൻ്റെ ആസ് യൂഷ്വൽ പാക്കിംഗ് മെത്തേഡിൽ തന്നെയാണ് ഈ ഒരു പ്രൊഡക്റ്റ് വന്നിരിക്കുന്നത്. ഫ്രണ്ടിൽ ഇതിൻ്റെ ബ്രാൻഡിങ് നമുക്ക് കാണാൻ സാധിക്കും. ബാക്കിൽ ഇതിൻ്റെ കീ സ്പെസിഫിക്കേഷൻ കൊടുത്തിട്ടുണ്ട്. 3GB 32GB വേരിയൻ്റ് ആണെന്നും ബാക്കിൽ കൊടുത്തിട്ടുണ്ട്. പ്ലാസ്റ്റിക് ഷീറ്റ് റിമൂവ് ചെയ്യുമ്പോൾ നമ്മുടെ ഈ ഒരു പാക്ക് ഫ്രീ ആവും. അപ്പോൾ പാക്ക് അൺബോക്സ് ചെയ്യുമ്പോൾ ആദ്യം തന്നെ നമുക്ക് ലഭിക്കുന്നത് നമ്മുടെ ഡിവൈസ് തന്നെയാണ്. അപ്പം ഈ ഒരു ഡിവൈസ് നമുക്ക് സൈഡിലോട്ട് മാറ്റി വെക്കാം. ബാക്കി പാക്കിംഗ് കണ്ടൻസ് നോക്കുവാണെങ്കിലും ഇതിൽ നമുക്കൊരു ബോക്സ് ലഭിക്കുന്നുണ്ട്. ആ ബോക്സിനകത്ത് നമുക്ക് സിം ഇജക്ടർ ടൂളും അതുപോലെ തന്നെ നമുക്കൊരു ബാക്ക് കവറും യൂസർ മാനുവലും സ്ക്രീൻ ഗാർഡുമാണ് ഇവർ പ്രൊവൈഡ് ചെയ്തേക്കുന്നത്. യൂസർ മാനുവലിൽ എല്ലാ കാര്യങ്ങളും വളരെ ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. സ്ക്രീൻ ഗാർഡ് നിങ്ങൾക്ക് വേണമെങ്കിൽ ഒട്ടിക്കാം, വേണമെങ്കിൽ ഒട്ടിക്കേണ്ട. അതുപോലെ തന്നെ ഒരു സ്റ്റാൻഡേർഡ് ബാക്ക് കവറും ആണ് ഇതിൽ കൊടുത്തേക്കുന്നത്. പിന്നെ നമ്മുടെ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ബേസിക് ചാർജറും അതിൻ്റെ ബ്രിക്കും ആണുള്ളത്. ടൈപ്പ് C to ടൈപ്പ് A ഡേറ്റ കേബിളാണ് കൊടുത്തേക്കുന്നത്. ആൻഡ് ഫൈനലി ഇതാണ് മൈക്രോമാക്സ് IN2C എന്ന് പറയുന്ന ഡിവൈസ്. ഇതിൻ്റെ ഡിസൈനിങ്ങിനെ പറ്റി പറയുകയാണെങ്കിൽ ഓൾമോസ്റ്റ് നമ്മുടെ IN2B നല്ല സിമിലറാണ്. ഇതിൻ്റെ ബാക്കിലത്തെ ആ ഒരു സൺറൈസ് വരുന്ന പോലത്തെ ആ ഡിസൈനും അതുപോലെ ഇതിൻ്റെ ബ്രാൻഡിങ് പാറ്റേണും അതുപോലെ തന്നെ ക്യാമറ മൊഡ്യൂളും ഇതിൻ്റെ സ്പീക്കേഴ്സും എല്ലാം ഏകദേശം സെയിം രീതിയിൽ തന്നെയാണ് പ്ലേസ് ചെയ്തേക്കുന്നത്. ഫിസിക്കൽ ഓവർവ്യൂ നോക്കുവാണെങ്കിൽ റൈറ്റ് സൈഡിലായിട്ടാണ് പവർ ബട്ടണും വോളിയം റോക്കേഴ്സും വരുന്നത്. ലെഫ്റ്റ് സൈഡിലായിട്ടാണ് നമ്മുടെ സിം ട്രേ ഉള്ളത്. മുകളിലായിട്ടൊന്നുമില്ല, ക്ലീൻ ആണ്. അതുപോലെ താഴെയാണ് നമ്മുടെ ടൈപ്പ് C പോർട്ടും ഹെഡ്ഫോൺ ജാക്കും മൈക്കും വരുന്നത്. 8.6 mm ആണ് ഈ ഒരു പ്രോഡക്റ്റിൻ്റെ തിക്നെസ് വരുന്നത്. ബഡ്ജറ്റ് സെഗ്മെൻറ്റിലെ ഫോണുകളെ വെച്ച് നോക്കുവാണെങ്കിൽ അത്യാവശ്യം സ്ലിം ആയിട്ടുള്ളൊരു പ്രോഡക്റ്റ് തന്നെയാണ്. ഓൾമോസ്റ്റ് 190 grams ആണ് ഇതിൻ്റെ വെയിറ്റ് വരുന്നത്. വെയിറ്റ് ഡിസ്ട്രിബ്യൂഷൻ എടുത്ത് പറയേണ്ട കാര്യം തന്നെയാണ്. നല്ല രീതിയിൽ തന്നെ നമുക്ക് കയ്യിൽ ഹോൾഡ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഇതിൻ്റെ ഡിസ്പ്ലേ നോക്കുവാണെങ്കിൽ 6.52 ഇഞ്ചിൻ്റെ HD+ ഡിസ്പ്ലേ ആണ് ഇതിൽ വരുന്നത്. ഇൻസ്റ്റൽ വാട്ടർ ഡ്രോപ്പ് എന്ന് പറയുന്ന സ്റ്റൈൽ ഓഫ് ഡ്രോപ്പ് നോച്ച് ആണ് ഇതിൽ വരുന്നത്. അതുപോലെ 20:9 റേഷ്യോയിലാണ് ബിൽഡ് ചെയ്തേക്കുന്നത്. 89% സ്ക്രീൻ ടു ബോഡി റേഷ്യോ ആണ് ഇതിനുള്ളത്. 420 nits ആണ് ഇതിൻ്റെ ബ്രൈറ്റ്നസ് വരുന്നത്. അത്യാവശ്യം നല്ല ബ്രൈറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു പാനൽ തന്നെയാണ്. ഈ ബഡ്ജറ്റ് വെച്ച് നോക്കുമ്പോൾ അത്യാവശ്യം നല്ലൊരു വ്യൂയിങ് ആംഗിൾസും മൾട്ടിമീഡിയ എക്സ്പീരിയൻസിൽ നമുക്ക് ലഭിക്കുന്നുണ്ട്. ഇനി ഇതിൻ്റെ ഓപ്പറേറ്റിംഗ് സോഫ്റ്റ്വെയർ നോക്കുവാണെങ്കിൽ Android 11 ഇത് പ്രവർത്തിക്കുന്നത്. എപ്പോഴും മൈക്രോമാക്സിൻ്റെ വീഡിയോസ് ചെയ്യുമ്പോൾ ഞാൻ എടുത്തു പറയുന്ന കാര്യമാണ് ഇതിൻ്റെ OS എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ വേറെ ലെവൽ തന്നെയാണ്. ഇപ്പോഴത്തെ കാലത്ത് ചൈനീസ് ബ്രാൻഡ്സ് എല്ലാം വളരെ ബ്ലോട്ട് വെയേഴ്സും അതുപോലെ തന്നെ ആഡ്സും ഒക്കെ നിറഞ്ഞു നിൽക്കുന്ന ഈ ഒരു ടൈമിൽ ഇപ്പോഴും പ്യുവർ ആൻഡ്രോയിഡ് ആണ് ഇത് പ്രൊവൈഡ് ചെയ്യുന്നത്. ഇപ്പോഴത്തെ ടോപ്പ് സെല്ലിംഗ് ബ്രാൻഡ്സിൻ്റെ ഫോണുകൾ യൂസ് ചെയ്തിട്ട് ഇതിലോട്ട് വരുമ്പോൾ നമുക്ക് ആ ഒരു നീറ്റ് ആൻഡ് ക്ലീൻ എക്സ്പീരിയൻസ് ഫീൽ ചെയ്യാൻ പറ്റുന്നുണ്ട്. ഇത് ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ ആവശ്യത്തിനുള്ള ആപ്ലിക്കേഷൻസ് മാത്രമേ ഇൻസ്റ്റാൾ ആയിട്ട് വരുന്നുള്ളൂ. ഒരു ബ്ലോട്ട് വെയർ പോലും ഇതിൽ നമുക്ക് ലഭിക്കുന്നില്ല. ആൻഡ് ഇതിൻ്റെ ഓവറോൾ UI എക്സ്പീരിയൻസ് പറയുകയാണെങ്കിൽ ആദ്യമായിട്ട് ഫോൺ യൂസ് ചെയ്യുന്ന ഒരാൾക്ക് പോലും വളരെ സിമ്പിളായിട്ട് ഇത് നമുക്ക് ഒരു കോംപ്ലിക്കേഷൻ ഇല്ലാതെ യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഇനി ഇതിൻ്റെ പെർഫോമൻസ് നോക്കുവാണെങ്കിൽ യൂണിസോക് T610 എന്ന് പറയുന്ന പ്രോസസ്സറാണ് ഇതിൽ ഇൻക്ലൂഡ് ചെയ്തേക്കുന്നത്. മൈക്രോമാക്സ് IN2Bയിലും ഇതേ പ്രോസസ്സർ തന്നെയായിരുന്നു. പക്ഷേ കുറച്ചുകൂടെ എൻഹാൻസ് ചെയ്തിട്ടാണ് ഈ ഒരു പ്രോസസ്സർ ഇത്തവണ ഇറക്കിയിരിക്കുന്നത്. 20% മോർ പെർഫോമൻസും അങ്ങനെ കുറച്ച് എൻഹാൻസ്മെൻറ്റ് ഇതിൽ വരുത്തിയിട്ടുണ്ട്. അപ്പം അന്ന് ആ ഒരു ഡിവൈസിൽ ഇപ്പോഴും നല്ല പ്രോമിസിംഗ് ആയിട്ടുള്ള പെർഫോമൻസ് ആണ് അത് പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ അതിനേക്കാൾ കുറച്ചുകൂടെ ബെറ്റർ ആയിട്ടുള്ള പെർഫോമൻസ് ഇതിൽ നമുക്ക് പ്രതീക്ഷിക്കാൻ സാധിക്കും. BGMI ഗ്രാഫിക്സ് സെറ്റിംഗ്സ് നോക്കുവാണെങ്കിൽ സ്മൂത്തിൽ അൾട്രയും HDയിൽ ഹൈലും ഇട്ട് നമുക്ക് കളിക്കാൻ സാധിക്കുന്നുണ്ട്. അത്യാവശ്യം നല്ല പെർഫോമൻസ് തന്നെയാണ് ഫസ്റ്റ് ഇംപ്രഷനിൽ എനിക്ക് ഫീൽ ചെയ്യുന്നത്. ഇതിന് ANTUTU സ്കോർസ് നോക്കുവാണെങ്കിൽ 2,01,000 ആണ് വന്നിരിക്കുന്നത്. ലോ ബഡ്ജറ്റ് സെഗ്മെൻറ്റിലെ ഡിവൈസുകൾ വെച്ച് നോക്കുവാണെങ്കിൽ അത്യാവശ്യം നല്ലൊരു സ്കോർ തന്നെയാണ്. എത്രത്തോളം മികച്ചതാണെന്ന് അറിയാനായിട്ട് ഒരു ലോങ് ടേം യൂസ് തന്നെ വേണ്ടിയിരിക്കുന്നു. എന്തായാലും നല്ലൊരു പ്രതീക്ഷ എനിക്ക് ഈ ഒരു പ്രോസസ്സറിലുണ്ട്. കാര്യം നേരത്തെ മോഡലിൽ നല്ല പ്രോമിസിംഗ് പെർഫോമൻസ് ആയിരുന്നു. 5000 mAh ബാറ്ററി കപ്പാസിറ്റിയാണ് കമ്പനി ഇതിൽ നൽകിയിരിക്കുന്നത്. പ്രീവിയസ് ജനറേഷൻ ഓഫ് CPUസിനെ വെച്ച് നോക്കുവാണെങ്കിൽ 30% മോർ ബാറ്ററി ലൈഫ് നമുക്ക് ഇതിൽ ലഭിക്കുന്നുണ്ട്. അതുപോലെ 16 hours ഓഫ് വീഡിയോ സ്ട്രീമിംഗ് ആണ് കമ്പനി അവകാശപ്പെടുന്നത്. അപ്പോൾ ലോങ് ടേം യൂസിൽ മാത്രമേ എത്രത്തോളം ഇതൊക്കെ എഫിഷ്യൻ്റ് ആണെന്ന് നമുക്ക് മനസ്സിലാകത്തുള്ളൂ. എന്തായാലും ഡീറ്റെയിൽഡ് റിവ്യൂവിൽ ഞാൻ ഇതെല്ലാം പറയുന്നതായിരിക്കും. 8 MP ഡുവൽ AI ക്യാമറ സിസ്റ്റമാണ് ഇതിൽ കമ്പനി നൽകിയിരിക്കുന്നത്. ഇതിൻ്റെ ക്യാമറ ഫീച്ചേഴ്സ് നമ്മൾ നോക്കുകയാണെങ്കിൽ പനോരമ അവൈലബിൾ ആണ്, പോർട്രേറ്റ് അവൈലബിൾ ആണ്, പ്രോ മോഡ് ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഫോട്ടോ മോഡ്, വീഡിയോ മോഡ്, സ്ലോ മോഷൻ, പിന്നെ മോർ എന്ന് പറയുന്ന സെഗ്മെൻറ്റിൽ കുറേ അധികം ഫീച്ചേഴ്സും കമ്പനി നൽകിയിട്ടുണ്ട്. HDR സപ്പോർട്ട്, ഫേസ് ബ്യൂട്ടി, ഗൂഗിൾ ലെൻസ്, അതുപോലെ പോർട്രേറ്റ് സെഗ്മെൻറ്റേഷൻ, AI മോഡിഫിക്കേഷൻ, ഇൻ്റലിജൻറ്റ് AR ക്രിയേഷൻ എന്നിങ്ങനത്തെ ഫീച്ചേഴ്സൊക്കെ ഇതിൻ്റെ ക്യാമറയിൽ കമ്പനി ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. വീഡിയോസ് നോക്കുവാണെങ്കിൽ 1080p at 30 FPS വരെയാണ് നമുക്ക് മാക്സിമം ഷൂട്ട് ചെയ്യാൻ പറ്റുന്നത്. ഫ്രണ്ട് ക്യാമറ നോക്കുവാണെങ്കിൽ 5 MP ഫ്രണ്ട് ക്യാമറയാണ് കമ്പനി ഇതിൽ നൽകിയിരിക്കുന്നത്. ഇപ്പോൾ നിങ്ങൾ കാണുന്നത് ഈ ഒരു പ്രൊഡക്റ്റിൽ എടുത്ത കുറച്ച് ക്യാമറ സാമ്പിൾസ് ആണ്. ഫസ്റ്റ് ഇംപ്രഷൻ എന്ന നിലയിൽ തരക്കേടില്ല എന്നാണ് എനിക്ക് ഫീൽ ചെയ്തത്. അപ്പോൾ എന്തായാലും ഡീറ്റെയിൽഡ് ഓവർവ്യൂവിൽ നമുക്ക് കുറച്ചുകൂടെ എക്സ്പ്ലോർ ചെയ്യാവുന്നതാണ്. ഇതിൻ്റെ ബയോമെട്രിക്സ് നോക്കുവാണെങ്കിൽ ഫേസ് ID മാത്രമാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. ടച്ച് ID ഇല്ല. ടച്ച് ID ഇല്ലാത്തത് എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടിട്ടില്ല. പക്ഷേ ഉള്ള ഫേസ് ID നമുക്ക് 250 ms ആയിട്ട് അൺലോക്ക് ടൈം സ്പീഡ് കുറച്ചുകൂടെ കൂട്ടിയിട്ടുണ്ട്. ടച്ച് ID ഉണ്ടായിരുന്നെങ്കിൽ കുറച്ചുകൂടെ ബെറ്റർ ആയേനെ. കണക്ടിവിറ്റി നോക്കുവാണെങ്കിൽ നമുക്ക് നോർമലി അവൈലബിൾ ആയിട്ടുള്ള ഡുവൽ വോൾട്ടി സപ്പോർട്ടും അതുപോലെ തന്നെ ബ്ലൂടൂത്ത് വേർഷൻ 5.0 ഒക്കെയാണ് ഇതിൽ നമുക്ക് ലഭിക്കുന്നത്. ബ്രൗൺ ആൻഡ്
ആൻഡ് സിൽവർ ആണ് ഈ ഒരു പ്രൊഡക്റ്റിൻ്റെ മേജർ ഹൈലൈറ്റ് കളേഴ്സ്. ആൻഡ് ഇതിൻ്റെ റേറ്റ് കറൻ്റ്ലി എനിക്ക് അറിഞ്ഞുകൂടാ. അപ്പോൾ ഇതിൻ്റെ റേറ്റ് അനൗൺസ് ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും അതിനെപ്പറ്റി ഇതിൻ്റെ കമൻറ്റ് ബോക്സിലും ഡിസ്ക്രിപ്ഷനിലും ഞാൻ പിൻ ചെയ്തിടാവുന്നതാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു പ്രൊഡക്റ്റിൻ്റെ ഫസ്റ്റ് ഇംപ്രഷൻ എന്ന നിലയിൽ എനിക്ക് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനുണ്ടായിരുന്നത്. തീർച്ചയായിട്ടും ഇതിൻ്റെ ഒരു ഡീറ്റെയിൽഡ് ഓവർവ്യൂ നമ്മൾ ചെയ്യുന്നതായിരിക്കും. നല്ലപോലെ യൂസ് ചെയ്തിട്ട് പ്രൈമറി ഡിവൈസായിട്ട് തന്നെ യൂസ് ചെയ്തിട്ട് ഞാൻ ഷെയർ ചെയ്യുന്നതായിരിക്കും. അപ്പം എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. തീർച്ചയായിട്ടും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് മറ്റൊരു കിടിലൻ വീഡിയോ ആയിട്ട് കണ്ടുമുട്ടാം. അതുവരേക്കും ഗുഡ് ബൈ.